ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 25 കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2025 ഏറ്റവും പ്രധാനപ്പെട്ട 25 കറണ്ട് അഫയേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. വെറുതെ പഠിച്ചു പോയിട്ട് മാത്രം കാര്യമില്ല. റിവിഷൻ ചെയ്ത് മോക്ക് ടെസ്റ്റ് കൂടി അറ്റൻഡ് ചെയ്താൽ മാത്രമേ നിങ്ങൾ പഠിച്ചത് എത്രമാത്രം ഓർമ്മയിലുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഫെലോഷിപ്പായ ഭട്നാഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളി ഡോക്ടർ എ അജയ് ഘോഷ്. രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഫെലോഷിപ്പായ ഭട്നാഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളിയാണ് ഡോക്ടർ എ അജയ് ഘോഷ്. 2027 ആദ്യ ബിംസ്റ്റിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. 2027 ആദ്യ ബിംസ്റ്റിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? സാറ ജോസഫ്. അപ്പോൾ രസതന്ത്ര മേഖലയിലെ ഗവേഷണ സംഭാവനകൾക്ക് കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നൽകുന്ന ഫെലോഷിപ്പായ ഭട്നാഗർ ഫെലോഷിപ്പ് നേടുന്ന ആദ്യ മലയാളിയാണ് ഡോക്ടർ എ അജയ് ഘോഷ്. 2027 ആദ്യ ബിംസ്റ്റിക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമാണ് ഇന്ത്യ. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയത് സാറ ജോസഫ്. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റ് അനുര കുമാര ദിസനായക. ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റാണ് അനുര കുമാര ദിസനായക. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടം മലപ്പുറം. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടമാണ് മലപ്പുറം. അപ്പോൾ ശ്രീലങ്കയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മിത്രവിഭൂഷണ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ശ്രീലങ്കയുടെ നിലവിലെ പ്രസിഡന്റാണ് അനുര കുമാര ദിസനായകെ. ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടമാണ് മലപ്പുറം. വയലാർ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് 2025 ആചരിക്കപ്പെടുന്നത്? വയലാർ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് 2025 ആചരിക്കപ്പെടുന്നത്? 50-ാം ചരമവാർഷികം. വയലാർ രാമവർമ്മയുടെ 50-ാം ചരമവാർഷികമാണ് 2025 ആചരിക്കപ്പെടുന്നത്. ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവ് അതിഷി മർലെന. ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവാണ് അതിഷി മർലെന. നാഗാലാൻഡിലെ 17ാമത്തെ ജില്ല മെലൂരി. നാഗാലാൻഡിലെ 17ാമത്തെ ജില്ലയാണ് മെലൂരി. അപ്പോൾ വയലാർ രാമവർമ്മയുടെ എത്രാമത്തെ ചരമവാർഷികമാണ് 2025 ആചരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ 50-ാം ചരമവാർഷികം. ഡൽഹിയുടെ ആദ്യത്തെ വനിതാ പ്രതിപക്ഷ നേതാവാണ് അതിഷി മർലെന. നാഗാലാൻഡിലെ 17ാമത്തെ ജില്ലയാണ് മെലൂരി. 2025 നൽകിയ 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥ്. 2025 നൽകിയ 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? എസ് സോമനാഥിന്. കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് KGS. കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് KGS. പൗരസേവനങ്ങൾക്കായി സാരഥി എന്ന AI ചാറ്റ്ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനം ഹരിയാന. പൗരസേവനങ്ങൾക്കായിട്ട് സാരഥി എന്ന AI ചാറ്റ്ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഹരിയാന. അപ്പോൾ 2025 നൽകിയ 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് എസ് സോമനാഥിന്. കൂർമ്മം എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവാണ് KGS. പൗരസേവനങ്ങൾക്കായിട്ട് സാരഥി എന്ന AI ചാറ്റ്ബോട്ട് അവതരിപ്പിച്ച സംസ്ഥാനമാണ് ഹരിയാന. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് മുണ്ടയ്ക്കൽ, കൊല്ലം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കൽ. 2025 പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനത്തിൽ എത്ര രൂപയുടെ വർധനവാണ് ഉണ്ടായത്? 23 രൂപ.
2025 പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനത്തിൽ എത്ര രൂപയുടെ വർധനവാണ് ഉണ്ടായത്? 23 രൂപയുടെ വർധനവ്. പഴയ വേതനം 346 രൂപയും പുതിയ വേതനം 369 രൂപയുമാണ്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം സ്ഥാപിതമാകുന്നത് കൊല്ലം ജില്ലയിലെ മുണ്ടയ്ക്കൽ. 2025 പുതിയ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനത്തിൽ എത്ര രൂപയുടെ വർധനവാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ 23 രൂപയുടെ വർധനവ്. പഴയ വേതനം 346 രൂപയും പുതിയ വേതനം 369 രൂപയുമാണ്. അടുത്തിടെ പിരിച്ചുവിടാൻ തീരുമാനിച്ച അമേരിക്കൻ മാധ്യമ ശൃംഖല വോയിസ് ഓഫ് അമേരിക്ക. അടുത്തിടെ പിരിച്ചുവിടാൻ തീരുമാനിച്ച അമേരിക്കൻ മാധ്യമ ശൃംഖലയാണ് വോയിസ് ഓഫ് അമേരിക്ക. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കിയതെന്ന്? 2025 മാർച്ച് 19. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കിയത് എന്നാണ്? 2025 മാർച്ച് 19. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയതെന്ന്? 2025 മാർച്ച് 19. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയത് എന്നാണ്? 2025 മാർച്ച് 19. അപ്പോൾ അടുത്തിടെ പിരിച്ചുവിടാൻ തീരുമാനിച്ച അമേരിക്കൻ മാധ്യമ ശൃംഖലയാണ് വോയിസ് ഓഫ് അമേരിക്ക. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ ബിൽ നിയമസഭ പാസാക്കിയത് 2025 മാർച്ച് 19. സുനിത വില്യംസ് ഭൂമിയിൽ തിരിച്ചെത്തിയതും 2025 മാർച്ച് 19. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം എത്ര? 274. 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് 274. 2025-2026 മണിപ്പൂർ ബജറ്റ് ലോകസഭയിൽ അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ. 2025-2026 മണിപ്പൂർ ബജറ്റ് ലോകസഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്ക്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ 2025 മാർച്ചിൽ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണമാണ് 274. 2025-2026 മണിപ്പൂർ ബജറ്റ് ലോകസഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. അടുത്തിടെ AI അധിഷ്ഠിത ഗോൾഡ് ലോൺ ATM ആരംഭിച്ച ബാങ്കാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹം? സ്കൗട്ട്. സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ് സ്കൗട്ട് അഥവാ സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. 2025 ലോകാരോഗ്യ ദിന പ്രമേയം? ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. 2025 ലോകാരോഗ്യ ദിന പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തതെന്ന്? 2025 ഏപ്രിൽ 6 നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6 നരേന്ദ്രമോദി. അപ്പോൾ ലോകത്തിലെ ആദ്യ വാണിജ്യ ബഹിരാകാശ നിരീക്ഷണ ഉപഗ്രഹമാണ് സ്കൗട്ട് അഥവാ സ്പേസ് ക്യാമറ ഫോർ ഒബ്ജക്റ്റ് ട്രാക്കിംഗ്. 2025 ലോകാരോഗ്യ ദിന പ്രമേയമാണ് ഹെൽത്തി ബിഗിനിങ്സ് ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പാമ്പൻ പാലം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി. 2025 ഏപ്രിൽ 6. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദി? ബീഹാർ. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് വേദിയാണ് ബീഹാർ. 2025 ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദി? അർജന്റീന. 2025 ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദി എവിടെയാണ്? അർജന്റീന. അപ്പോൾ 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് വേദി ബീഹാർ. 2025 ഷൂട്ടിംഗ് വേൾഡ് കപ്പ് വേദി അർജന്റീന. ഇത്രയാണ് ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ചു പോവുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്